അഡ്വക്കേറ്റ് അനിൽ ബോസ്, എനിക്ക് ഈ ചർച്ചയിൽ താങ്കളുടെ അഭിപ്രായം ആദ്യം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി എന്ന കോൺഗ്രസ് ഉന്നയിച്ച പരാതിയിൽ കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ്. ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ സഞ്ജയ് സിംഗ് MP-ക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. അതിൽ കോടതി വളരെ സുപ്രധാനമായ ഒരു വിമർശനം കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഇടനിലക്കാരൻ ദിനേശ് അറോറ സഞ്ജയ് സിംഗിന് 2 ഘട്ടമായി 2 കോടി രൂപ നൽകി എന്ന കേസിൽ ആ പണം ഹാജരാക്കാനോ മതിയായ തെളിവുകൾ ഹാജരാക്കാനോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് ഡൽഹി മദ്യനയ അഴിമതി നടന്നു എന്ന കോൺഗ്രസിൻ്റെ പരാതിയിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിക്കൊണ്ടാണോ സഞ്ജയ് സിംഗിൻ്റെ ഈ ജാമ്യത്തെ നിങ്ങൾ അംഗീകരിക്കുക? രാഷ്ട്രീയ രംഗത്ത് രാജ്യഭരണത്തിലാണെങ്കിലും വിവിധ സംസ്ഥാന ഭരണങ്ങളിലാണെങ്കിലും നയങ്ങളും സമീപനങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വരാറുണ്ട്. ആ ഉയർന്നു വരുന്നത് പല സോഴ്സുകളിൽ നിന്നാണ്. മീഡിയയുടേതടക്കമുള്ള സോഴ്സുകളിൽ നിന്നും, അതല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സോഴ്സിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരും. ആ ഉയർന്നു വരുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ, അത് ഏത് പാർട്ടി പ്രതിപക്ഷത്തായാലും, അതിന് ഉത്തരവാദികളാകുന്ന ആളുകൾക്കെതിരെ ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാണിക്കുക, പരാതികൾ നൽകുക, നിയമപരമായ പോരാട്ടങ്ങൾ നടക്കുക എന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പുതിയ ഒരു സംഭവമല്ല. അതിന് ആം ആദ്മി പാർട്ടിയെന്നോ കോൺഗ്രസ് എന്നോ മറ്റേതെങ്കിലും പാർട്ടിയെന്നോ നമ്മൾ വേർതിരിച്ച് കാണേണ്ടതില്ല. ആരാണോ റൂളിംഗ്, ആ ഗവൺമെൻറ്റിനെതിരെ അലിഗേഷൻസ് ഉയർന്നു വരും. വ്യത്യസ്ത കോണുകളിൽ നിന്ന് പരാതികളുണ്ടാവും. അത് അന്വേഷിക്കണം. ആ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയുക പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കോ പരാതിക്കാരനോ അല്ല, ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തുന്ന സർക്കാരിനാണ്. അപ്പോൾ അവിടെ ഇത്തരമൊരു ആക്ഷേപം ഉയർന്നു വന്നു. കോൺഗ്രസിൽപ്പെട്ട ആളുകളും ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ചു. ആ പരാതികളിന്മേലടക്കം മറ്റ് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളടക്കം അന്വേഷണങ്ങൾ വരുന്നു. സ്വാഗതാർഹം. ഗവൺമെൻറ് ഏജൻസികളുടെ ഡ്യൂട്ടി ഇത്തരം പരാതികൾ ഉയർന്നു വന്നാൽ അത് അന്വേഷിക്കലാണ്. അത് അന്വേഷിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുത്തുക. കുറ്റക്കാരാണെങ്കിൽ കയ്യാമം വയ്ക്കുക, അവരെ ശിക്ഷിക്കുക. ഓരോ കേസിനും ആസ്പദമാകുന്ന വിഷയമേതോ ആ വകുപ്പും ചട്ടവും അനുസരിച്ച്, നിയമം അനുശാസിക്കുന്ന രീതിയിൽ ശിക്ഷിക്കപ്പെടുക എന്നതാണ് നമ്മുടെ ആവശ്യം. വ്യക്തിപരമായി ആരെയും നമ്മളിപ്പോൾ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് നേരെ CPM-നെ, BJP, ആം ആദ്മിയെ പോയി കുത്തിക്കൊന്നു കളയാം എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പരാതികൾ പറഞ്ഞതിൽ കോൺഗ്രസ്സുകാരുമുണ്ട്. സ്വാഭാവികമായി അത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തേണ്ട ഏജൻസി ആരാണ്? ആ അന്വേഷണം നടക്കുമ്പോൾ, ആ കേസെടുക്കുമ്പോൾ, FIR ഇടുമ്പോൾ, തുടർന്ന് വരുന്ന അന്വേഷണങ്ങളിൽ അത് കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അതെന്താ ചെയ്തത്? ഗവൺമെൻറ് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അതിൽപ്പെട്ട ഓരോ ആളുകളെയായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സിസോദിയയുടെ കാര്യമാണെങ്കിലും സഞ്ജയ് സിംഗിൻ്റെ കാര്യമാണെങ്കിലും സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുക, അതിനു മുമ്പ് അനങ്ങാതിരിക്കുക. പുൽവാമ സംഭവത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഗവൺമെൻറ്റിനെ ആക്ഷേപം ഉന്നയിച്ച സത്യപാൽ മാലിക് 8 മാസം മുന്നേ പറയുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കും. എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? 3 സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്ന BJPയുടെ നേതാവായി ഇരുന്ന സത്യപാൽ മാലിക് 8 മാസം മുമ്പ് പറയുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. ആ പൊളിറ്റിക്സ് അല്ല കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ഈ വിശദീകരിച്ച് ഇത്രയും ഭാഗത്ത് ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് താങ്കൾ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അതായത് സഞ്ജയ് സിംഗ് MP-യുടെ ജാമ്യം, അദ്ദേഹത്തിന് ജാമ്യം നൽകിക്കൊണ്ട് ഇന്ന് കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ നടത്തിയ വിമർശനങ്ങൾ, ഈ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കാനുള്ള ഒന്നും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതാണല്ലോ. അതോടുകൂടി ഒരു ക്ലീൻ ചിറ്റ് കിട്ടി എന്ന് ശ്രീമതി രാധിക നായർ ഇവിടെ പറഞ്ഞു. ഇനി മറ്റുള്ളവരും ഇതുപോലെ സംശുദ്ധരായി പുറത്തേക്ക് വരാൻ പോകുന്നു. ഇത് വിചാരണ വേളയിൽ വരുമ്പോൾ എവരിത്തിങ് വിൽ ഫോൾ ഫ്ലാറ്റ് എന്ന വാക്കാണ് മാഡം ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഉന്നയിച്ച പരാതി ഇല്ലാതാകും. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ പരാതിയുണ്ട്, ഇത് മദ്യനയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന്. ആ പരാതിയിൽ നിന്ന് കോൺഗ്രസ് പിന്നാക്കം പോയോ എന്നാണ് എൻ്റെ ചോദ്യം. സഞ്ജയ് സിംഗിൻ്റെ ഈ ജാമ്യത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിധി പറയാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിക്കല്ലല്ലോ. പരാതി ഉന്നയിക്കാൻ അവകാശമുണ്ട് വ്യക്തിക്കും, ഓരോ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകൾക്കും, രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട്.
ആ പരാതി സംശയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ചതിന്മേൽ അന്വേഷണം നടന്ന് എക്സാമ്പിൾ ടോജി സ്പെക്ട്രം കേസിൽ 2 ലക്ഷം കോടി രൂപയുടെ ഊഹക്കണക്ക് ചൂണ്ടിക്കാണിച്ച് UPA ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും അവമാനിച്ചുകൊണ്ടും വലിയ ക്യാമ്പയിനല്ലേ രാജ്യവ്യാപകമായി BJP മറ്റിതര സംഘടനകൾ നടത്തിയത്. നടത്തി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുകയല്ലേ. കേന്ദ്ര ഏജൻസികൾ മുഴുവൻ ഇവരുടെ കയ്യിലല്ലേ. ജുഡീഷ്യറിയെ പോലും നിയന്ത്രിക്കുന്ന ആളുകളല്ലേ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്. ടോജി സ്പെക്ട്രം യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞോ? കുറ്റക്കാരെന്നുള്ള നിലയിൽ അന്ന് ജയിലിൽ കിടക്കേണ്ടി വന്ന രാജയും കനിമൊഴിയും അടക്കമുള്ള ആളുകളെ അവരെ കുറ്റക്കാരാണെന്ന് സ്ഥാപിക്കാനായി ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. അപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്ന് കോൺഗ്രസ് എന്താ ചെയ്തത്? ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെൻറ്റായിരുന്നു ഗോപി. ആ ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെൻറ്റിൽ ഒരു ഘടകകക്ഷിയുടെ MPയെ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പം അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിക്കുന്ന നടപടികൾ ഡോക്ടർ മൻമോഹൻ സിംഗ് സ്വീകരിച്ചു. സ്വന്തം ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടും എന്ന് ബോധ്യപ്പെടുമ്പോഴും ഉയർന്നു വരുന്ന പ്രതിപക്ഷ ശബ്ദത്തെ കേട്ടുകൊണ്ട് വിശാലമായ മനോഭാവത്തോടുകൂടി ആ കേസ് അന്വേഷിക്കുകയും കൂടെ ക്യാബിനറ്റിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ കേസ് നടക്കുമ്പോൾ മതിയായ തെളിവുകൾ പരാതി ഉന്നയിച്ച BJPക്കാർ ഉന്നയിച്ചോ? മറ്റാളുകൾ ഉന്നയിച്ചോ? കോടതിയിൽ വരുമ്പോഴും അന്വേഷണ ഏജൻസികളുടെയും മുന്നിൽ വരുമ്പോൾ രാജയും കനിമൊഴിയും ഒക്കെ കുറ്റവിമുക്തരാക്കപ്പെടുമ്പോൾ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരെ കുറ്റക്കാരല്ല എന്നൊരു ഏജൻസി കണ്ടെത്തുമ്പോൾ BJP മാപ്പ് പറഞ്ഞോ? ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം മാപ്പ് പറഞ്ഞോ? അത്രയും കരിയറുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെതിരെ ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞില്ലല്ലോ അഡ്വക്കേറ്റ്. ഞാൻ ചോദിച്ചത് കോൺഗ്രസ് ആരോപണത്തിൽ നിന്ന് പിന്മാറിയോ എന്നാണ്. കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ സഞ്ജയ് സിംഗിന് കൊടുത്ത ഈ ജാമ്യം അതിൽ കോടതി നടത്തിയ വിമർശനത്തോടു കൂടി നിങ്ങൾ പിൻവാങ്ങിയോ എന്നാണ്. അതിൽ മാപ്പ് പറയുക. താങ്കൾ അതിനെ വേറെ ഏതൊക്കെയോ വഴിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഒരേ ഒരു ചോദ്യം അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ് ആരോപണത്തിൽ നിന്ന് പിന്മാറിയോ? കാരണം ഇന്ത്യ എന്ന കൂട്ടായ്മയുടെ ഭാഗമായി ഒന്നിച്ചു നിന്നുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ സർക്കാർ അവരുടെ രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിരത്തിയവരാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന്. അതേസമയം തന്നെ കോൺഗ്രസിന് ഡൽഹി ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഇന്ന് കോടതി ഇത് പറഞ്ഞതോടുകൂടി നിങ്ങളുടെ ആ ആരോപണം നിങ്ങൾ പിൻവലിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. വളരെ വേഗത്തിൽ മറുപടി പറഞ്ഞാൽ ശ്രീ PR ശിവശങ്കറിലേക്ക് എനിക്ക് പോകാം. അല്ല, ആരോപണം പിൻവലിക്കുകയല്ലോ. ഒരു പരാതി ഉയർന്നു. ആ പരാതി സംബന്ധിച്ച് അന്വേഷിക്കേണ്ട ഏജൻസികൾ അന്വേഷിച്ചു. അവർ ഹാജരാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ഒരു തെളിവും കോടതി മുമ്പാകെ എത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ അന്വേഷണ ഏജൻസിക്ക് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ആരോപണ വിധേയനായ സഞ്ജയ് സിംഗിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഈ കാര്യത്തിൽ അഭിമാനിക്കാം. പക്ഷേ കേസിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ്. ആ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയുന്ന അന്വേഷണ സംവിധാനം ഇവിടെ പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും പരാതി ഉന്നയിച്ചത് കോൺഗ്രസ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചിലപ്പോൾ പിൻവലിക്കേണ്ടി വരും. ശരി, എനിക്ക് മനസ്സിലായി. ഞാൻ ശ്രീ PR ശിവശങ്കർ